ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വൈകുന്നേരം 6 മണി തൊട്ട് 7 മണി വരെയുള്ള ടൈമിൻ്റെ ഇതിലെന്തൊക്കെ നടന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുളിച്ച് വന്നിട്ട് എന്താണ് കുറച്ച് ഷോ ഒക്കെ നടത്തി. നമ്മളെ തന്നെ ഒന്ന് നോക്കണമല്ലോ. അങ്ങനെ ആ ഒരു ഭംഗി കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ മുടിയൊക്കെ കെട്ടി വെച്ചാൽ പണിയിലോട്ട് കിടക്കാം. കാരണം ഉണ്ടല്ലോ, ഞാനൊന്ന് 6 മണി തൊട്ട് 7 മണി വരെ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്കിന്ന് കുറേ പണി ചെയ്യാണ്ട് ഒന്നും നടന്നിട്ടില്ല. കുട്ടീനെ ഒരു 1 ഹവർ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ബൂസ്റ്റൊക്കെ വാങ്ങി കൊടുത്തിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയേ. പിന്നെ ഞാൻ ഫ്രണ്ട് റൂമിലോട്ട് പോയി. അവിടെ ഇവന് ഫുള്ള് ടോയ്സൊക്കെ പരത്തിയിട്ടിട്ട് എന്താ പറയുക, എല്ലാം അവൻ്റെ ബൈക്കും അതും ഇതൊക്കെ കംപ്ലീറ്റ് പരത്തിയിട്ടിട്ടായിരുന്നു. ഇതിപ്പോൾ ക്ലീനാക്കി വിചാരിച്ചാലും മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അതേപോലെ ആവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ വട്ടമാണ്. അറിയാലോ എല്ലാവർക്കും, കുട്ടികളിലെല്ലാവരും വീടിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാവും. അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ 3ാമത്തെ തവണ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി എടുത്ത് വെച്ചേ. ഇന്ന് രാത്രി നമുക്ക് കുറച്ച് ഗസ്റ്റ് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ക്ലീൻ ആക്കിയത്. പിന്നെ ഞാനത് അടിച്ചു വരാൻ തുടങ്ങി. ഇവിടെ ആകെ 2 റൂമും പിന്നെ ഒരു വരന്തേൻ്റെ കുറച്ചൊരു സ്പേസൊക്കെ ഉള്ളൂ. ഇതാണ് ആ ഒരു ഹാളിൻ്റെ ഒരു സ്പേസ്. അപ്പോൾ അടിച്ചു വരാൻ അധികമൊന്നുമില്ല, പെട്ടെന്ന് തീരും പണികളൊക്കെ. അതുകൊണ്ട് ഞാൻ ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ തീരാവുന്ന പണികളൊക്കെ ഉള്ളൂ കേട്ടോ എനിക്ക്. പിന്നെ ഇതാണ് ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂമൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഒന്ന് നടന്നതാണ്. പിന്നെ ഞാൻ പില്ലോ കവറൊക്കെ ചേഞ്ചാക്കി, പിന്നെ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ചാക്കി, ബെഡ്റൂമും ക്ലീനാക്കിയിട്ട് പിന്നെയും എന്താ അറിയില്ലെന്ന് എനിക്ക് നല്ല ഭംഗി തോന്നി. ഒന്നാമത് മുടി ഞാൻ ഷാമ്പൂ ഒക്കെ ചെയ്ത് കുളിച്ചു. അപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. അപ്പോൾ ഇനി ഹോം ടൂറിലോട്ട് കിടക്കട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ക്ലീനാക്കിയ ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ വീട് കംപ്ലീറ്റ് കാണിക്കാം. ഇതാണ് ഹോള്. നമ്മൾ സോഫയൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ, എല്ലാം ടൈം ആവുന്നുള്ളൂ. ഇപ്പോൾ 1 വീക്ക് ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ സാവധാനം എല്ലാം വാങ്ങിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതായിരുന്നു ഹോള്. അല്ല, അത് ഫ്രണ്ട് റൂം, ഹോള്. പിന്നെ ഇത് കിച്ചണിലുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ ഫാനുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഒരിക്കലും വേർക്കില്ല. പിന്നെ ഞാനൊരു സ്റ്റൂള് വാങ്ങിയത്, ഇതിൻ്റെ സ്ലാബ് ഭയങ്കര ടോപ്പിലാണ്. അപ്പം അങ്ങനെ എനിക്ക് എത്താത്തതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ചെറിയൊരു സ്പേസാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറൊക്കെ അവിടെ പുറത്താണ് വെക്കുക കേട്ടോ, ഒരു സേഫ്റ്റിക്ക്. ഇതാണ് ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഞങ്ങൾ ഇതുവരെ കർട്ടന് വെച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ മറ്റേ ഹാങ് ചെയ്യാനുള്ള സാധനം ഉണ്ടല്ലോ, അതിന് അവിടെ കുറ്റിയടിച്ചിട്ട്, മീൻസ് അവിടെ സ്ക്രൂ ഇല്ല അവിടെ. അപ്പോഴത്തേക്കും ബേബി വന്നേ. 1 ഹവർ കഴിഞ്ഞു. അപ്പോൾ വന്നപ്പോൾ കുറേ ടോയ്സൊക്കെ ആയിട്ടാണ് വന്നത്. അവന് എപ്പോൾ പുറത്ത് പോയാലും എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. എന്തെങ്കിലും ചെറുതിട്ട്, അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല. കാരണം ഒക്കെ ഒരു 1 ടൈം 2 ടൈം യൂസിനേ ഉള്ളൂ. പിന്നെ ഞാൻ കുട്ടിക്ക് വന്ന ഉടനെ അവിടെ നിന്ന് ഹോർലിക്സും ബൂസ്റ്റൊന്നും കുടിച്ചില്ല പറഞ്ഞപ്പോൾ അവനെ കുറച്ച് ഫാറ്റ് മിൽക്ക് കിട്ടും ഇവിടെ. അപ്പോൾ അത് ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കണത്. കാരണം ഡൈജഷന് ഇഷ്യൂ ഉണ്ടാവും നമ്മൾ പാല് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം വെള്ളമൊക്കെ ആഡ് ചെയ്ത്, ഞാൻ പറഞ്ഞു എല്ലാ ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ വീഡിയോസ് കാണുന്നത് എവിടെ, അവനറിയില്ലല്ലോ. അപ്പോൾ അവൻ ഞാൻ ഫുള്ള് കുടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പാലൊക്കെ കുടിച്ചിട്ട് നേരെ അച്ഛൻ്റെ അടുത്ത് പോവുക. അച്ഛൻ അവിടെ ടോയ്സ് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിറ്റ് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടി പോകും. പറയാനൊന്നും ആയിട്ടില്ല കേട്ടോ, 1.5 വയസ്സായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോളൊക്കെ കളിക്കുന്നു, ക്യാച്ചൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടേ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ക്ലീൻ ചെയ്ത വീട് ഫുള്ള് ഇപ്പോൾ നോക്കിയേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും പഴയ കോലായി. അപ്പോൾ ഓക്കെ, ബൈ.